സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശിൻ്റെ വഴിയിലെ 13ാമത്തെ സ്ഥലമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. പിയാത്ത. വളരെ വേദനാജനകമായ ഒരു ചിത്രമാണത്. ജീവനറ്റ സ്വന്തം സുതൻ്റെ ശരീരം മടിയിലേറ്റുവാങ്ങുന്ന ഒരമ്മ. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം മകൻ്റെ ജീവനറ്റ ശരീരം ഏറ്റുവാങ്ങുക എന്നതിലും വലിയ സങ്കടം എന്തുണ്ട്? ആ അമ്മയുടെ ഹൃദയത്തിലൂടെ ആ സമയം കടന്നുപോയത് എന്തായിരിക്കും? വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലിത്തൊഴുത്തിൽ വെച്ച് തൻ്റെ കുഞ്ഞിനെ മടിയിലേറ്റുവാങ്ങിയ ഒരമ്മ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു വീണ നിമിഷങ്ങളായിരുന്നു അത്. മുൻപിൽ വലിയ ശൂന്യത. തൻ്റെ മകൻ തന്നിൽ നിന്നും ഒത്തിരി ദൂരേക്ക് യാത്രയാകുന്നു എന്ന തിരിച്ചറിവിൽ ആ അമ്മ നൽകുന്ന യാത്രാമൊഴി. ചില കുടുംബങ്ങളിലെങ്കിലും ഇന്നും നമ്മൾ ഈ ചിത്രം കാണുന്നില്ലേ? വിധവയായ ആ അമ്മയ്ക്ക് ഒരു മകനായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സെമിനാരിയിൽ ചേരണം. അപ്പോൾ എനിക്കാരാ ഉള്ളത് എന്ന് ആ അമ്മ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അമ്മയ്ക്ക് ഈശോയും മാതാവും കൂട്ടിനുണ്ടല്ലോ എന്നാണ്. ഞാൻ ഈശോയുടേതാണ്. ഈശോയുടെ വിളിക്ക് ഉത്തരം കൊടുക്കാതിരിക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ സെമിനാരിയിലേക്ക് യാത്രയായി. വർഷങ്ങൾക്ക് ശേഷം അവൻ ബലിയാകാനും ബലിയേകാനും പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്ന ആ വിശുദ്ധ കുർബാനയിൽ ആ അമ്മയും സാക്ഷിയായിട്ടുണ്ടായിരുന്നു. തൻ്റെ മകൻ ദൈവത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ആ അമ്മ ചേതനയേറ്റ സ്വപ്നങ്ങളെയും ആശകളെയും മടിയിൽ സ്വീകരിച്ച് ആ മകന് നൽകുന്ന ഒരു യാത്രാമൊഴിയുണ്ട്. വളരെ സങ്കടകരമായ ഒരു പിയാത്ത ചിത്രം. വളരെ സങ്കടകരമായ ഒരു പിയാത്ത ചിത്രമാണ് ഓരോ പൗരോഹിത്യാഭിഷേകവും. അതുവരെ സ്വന്തമെന്ന് കരുതിയവൻ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ബലിയർപ്പിക്കപ്പെടേണ്ടവനാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം. മുൻപിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കപ്പെടുന്ന നിമിഷം. ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിനും ദൈവജനത്തിനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ പിറകിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ ഒരു പിയാത്ത ചിത്രം തെളിയാറുണ്ട്. പിന്നെ അവരെ മുന്നോട്ട് നയിക്കുന്നത് തൻ്റെ മകനർപ്പിച്ച ബലിയുടെ ഓർമ്മകളായിരിക്കും. എൻ്റെ ദൈവമേ, ദൈവവിളിയും പൗരോഹിത്യവും സന്യാസവും തെരുവിൽ ക്രൂശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എന്നാണ് ഈ പിയാത്ത ചിത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിയുക? ഈശോയെ, നിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.